ജീവനും ജീവിതവും പഠന പരമ്പരയുടെ 197 സെഷനിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമ കൽപ്പനകളുടെ കാലിക പ്രസക്തിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഔസേപ്പിൻ സോറനാണ് വിഷയം അവതരിപ്പിക്കുന്നത്. 10 കൽപ്പനകളുടെ വേദശാസ്ത്രവും നീതിശാസ്ത്രവും. ഇനിയുള്ള ചില ആഴ്ചകളിൽ ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള തുടർച്ചയായ പഠനങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആമുഖമാണ് ഇന്ന് ഔസേപ്പിൻ സഹോദരനിലൂടെ നാം കേൾക്കാനായിട്ട് പോകുന്നത്. ദൈവ കൽപ്പനകൾ എന്താണെന്ന് ശരിയായും വ്യക്തമായും മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ കാലിക പ്രസക്തി, പഴയ പുതിയ ഉടമ്പടികളുടെ സമാനതയും വ്യത്യാസങ്ങളുമൊക്കെ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഔസേപ്പിൻ സഹോദരനെ വിഷയ അവതരണത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൽപ്പനകളുടെ പ്രാധാന്യവും പ്രസക്തിയും, അതാണ് നമ്മൾ ഇന്ന് മുതൽ ചില ആഴ്ചകളിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം. ദൈവകൽപ്പനയെക്കുറിച്ചുള്ള കൽപ്പനയുടെ പ്രസക്തിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളും പുതിയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം വളരെ സവിസ്തരം അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് ചർച്ച ചെയ്യുന്നതും നമുക്ക് കാണാം. എബ്രായ ലേഖനത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായിരിക്കുന്ന ഒരു പ്രബന്ധമാണ് എബ്രായ ലേഖനം എന്ന് നമുക്ക് പറയാം, മനസ്സിലാക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലെ യെരുശലേം കൗൺസിലിൽ ചർച്ച ചെയ്തായിരിക്കുന്ന ഒരു വിഷയം പഴയ നിയമത്തിലെ കൽപ്പനകളും പുതിയ നിയമ വിശ്വാസികളും തമ്മിലുള്ള അവരുടെ കൽപ്പനകൾക്ക് പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ്. പൊതുവെ നോക്കിയാൽ ഈ ഒരു വിവാദം അന്ന് അവരിൽ ചിലർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകള്, കൽപ്പനകളെ സംബന്ധിച്ചുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഒരളവോളം അന്നെന്ന പോലെ ഇന്നും തുടരുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആളുകൾ പറയല്ലോ, പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ചാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത് എന്നും, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുക എന്നും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പഴയ നിയമത്തിലെ രക്ഷയുടെ മാർഗം കൽപ്പനയുടെ അനുസരണവും, പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശ്വാസവും. അപ്പൊ ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട് എന്ന തരത്തില് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മറ്റു ചില തെറ്റിദ്ധാരണ, കർത്താവ് കൽപ്പനകളെ അസാധുവാക്കി, 10 കൽപ്പനകൾ പോലും ഇന്ന് പ്രസക്തമല്ല, ഇന്ന് പുതിയ നിയമത്തിൽ വേറൊരു ജീവിത രീതിയാണ്, ആ കൽപ്പനകളല്ല നമുക്ക് പ്രസക്തമായിരിക്കുന്നത്. ശാപത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എടുത്ത ഉദാഹരണം പറഞ്ഞ് അത് പറയാറുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ന്യായപ്രമാണത്തിന്റെ പ്രസക്തിയൊക്കെ തീരാതെ കിടക്കുമ്പോൾ എന്താണ് പഴയ നിയമത്തിലെ, അല്ലെങ്കിൽ എന്താണ് ദൈവകൽപ്പനകളുടെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി എന്താണ്? നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. വരുന്ന ദിവസങ്ങളിൽ അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഞാൻ ഈ അവതരണത്തിന്റെ ആദ്യം തന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലെങ്കിലും കേൾക്കുന്നവർ പറയണം. 3 പ്രസ്താവനകൾ ഞാൻ പറയും, ദൈവകൽപ്പനകളെ സംബന്ധിച്ചുള്ള 3 പ്രസ്താവന. ഈ 3 പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായിരിക്കുന്ന പ്രസ്താവന ഏതാണ്? അതാണ് പറയേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് വഴിയാണ് രക്ഷ ലഭിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, രക്ഷ ലഭിച്ചതുകൊണ്ടാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ദൈവകൽപ്പനകളുടെ അനുസരണമാണ് രക്ഷ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് വഴിയാണ് രക്ഷ ലഭിക്കുന്നത്. അനുസരണം രക്ഷയുടെ മാർഗമാണ്. രക്ഷ ലഭിച്ചതുകൊണ്ടാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്.
അനുസരണം, കൽപ്പനയുടെ അനുസരണം രക്ഷയുടെ ഫലമാണ്. 3, ദൈവകൽപ്പനയുടെ അനുസരണം സമം രക്ഷാജീവിതം, രക്ഷ. ഈ 3 പ്രസ്താവനകൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനോട് ഏത് പ്രസ്താവനയോടാണ് യോജിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന്റെ ഉത്തരം പറയാനായിട്ട് ഒന്നുകൂടി വ്യക്തമാക്കാനായിട്ടാണ് ഈ പ്രസന്റേഷൻ വഴി ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കൽപ്പനകളെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി, ഒരു നിഷേധാത്മക കാഴ്ചപ്പാട് പൊതുവെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ട്. പഴയ നിയമത്തിലെ കാലഹരണപ്പെട്ട വ്യവസ്ഥകളാണ്, കർത്താവ് അവയെ അപ്രസക്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ഒരു ആശയം മാത്രമല്ല, ദൈവശാസ്ത്ര ചിന്ത മാത്രമല്ല, ജീവിതത്തിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും കാണാം. കാരണം പഴയ നിയമത്തിലെ കൽപ്പനകൾ, ഇപ്പൊ 10 കൽപ്പനകൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഈ കൽപ്പനകൾ അതിന്റെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷയ്ക്ക് ഇത് അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുമ്പോൾ രക്ഷയെയും കൽപ്പനയുടെ അനുസരണത്തെയും തമ്മിൽ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ നിർത്തിയാൽ രക്ഷയ്ക്ക് അനുസരിച്ചില്ലെങ്കിലും രക്ഷയ്ക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. ഒരു സാധാരണ ഒരു വിശ്വാസിയുടെ ചിന്ത അതാണ്. ഇപ്പൊ കൽപ്പന മുഴുവൻ അനുസരിച്ച് ആരാ ഉള്ളത്? എല്ലാവർക്കും കുറവുകളുണ്ടല്ലോ. അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷയെങ്കിൽ നമുക്ക് രക്ഷ കിട്ടിയിട്ടില്ലല്ലോ, നമ്മുടെ രക്ഷ ഇല്ലല്ലോ. അപ്പൊ കൽപ്പനയിൽ നിന്ന് രക്ഷയെ മാറ്റി നിർത്താനായിട്ടും കൽപ്പനകളുടെ അനുസരണത്തെ രക്ഷയുടെ ഒരു ബൈ പ്രോഡക്റ്റ്, രക്ഷിക്കപ്പെട്ടാൽ അതിന്റെ കൂടെ വരുന്ന ഒരു ബോണസ് ആയിട്ട് കാണുന്ന ഒരു പ്രവണത. കാരണം ക്രിസ്തുവിന്റെ മരണം എല്ലാ ലംഘനങ്ങൾക്കും മുൻകൂർ പരിഹാരമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൽപ്പനകൾ ലംഘിച്ചു പോയി എന്നോർത്ത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ക്ഷമിക്കുന്ന കൃപയുടെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ഒരു ചിന്താഗതി ഒരു കൽപ്പനകളെ സംബന്ധിച്ചും ക്രിസ്തീയ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ചും ഒരളവോളം ഒരു അലംഭാവം, ഒരു നിസ്സാരവൽക്കരണം, ഒരു അവഗണനാഭാവം വിശ്വാസികളിൽ വരുത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിലുള്ള ഒരു പ്രസ്താവന, അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ ഒരു വ്യക്തിയോട് അദ്ദേഹം പ്രതികരിച്ചത് എഴുതിയിട്ടുണ്ട്. ഇതാണ്: തെറ്റുകൾ ചെയ്യുകയും അത് സംബന്ധിച്ച് മനസാക്ഷിയിൽ ഒരസ്വസ്ഥതകളും ഇല്ലാതിരിക്കുകയും ചെയ്യുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്ന ഒരു പാപപരിഹാര സിദ്ധാന്തമാണ് സുവിശേഷം. അപ്പൊ ഗാന്ധിജി മനസ്സിലാക്കിയതായിരിക്കുന്ന ആ സുവിശേഷം, തെറ്റുകളൊക്കെ ചെയ്യും, അങ്ങനെ തെറ്റ് ചെയ്യാതെ ജീവിക്കാനൊന്നും ആർക്കും കഴിയല്ല, പക്ഷെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല, അതോർത്ത് വിഷമിക്കണ്ട, അതിനൊക്കെ പരിഹാരം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അസ്വസ്ഥത കൂടാതെ തെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമാണ് സുവിശേഷം എന്ന് ഗാന്ധിജി തെറ്റിദ്ധരിച്ചു പോയത് സുവിശേഷം ദൈവകൽപ്പനകളുടെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്ത് എന്ന് തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. അതാണ് സുവിശേഷം. ഗാന്ധി പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കുന്ന ആരാണ്: ചെയ്ത തെറ്റുകളുടെ പരിഹാരമാണ് രക്ഷയെങ്കിൽ എനിക്കത് വേണ്ട. പ്രത്യേകിച്ച് ഗാന്ധിയെ പോലെ നല്ല മനുഷ്യൻ ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ, നമ്മളൊന്നും ചെയ്യുന്ന കൊണ്ട് തെറ്റ് ചെയ്ത ഒരാളല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരിഹാരമുള്ള രക്ഷ എനിക്ക് വേണ്ട. തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്ന ഒരു രക്ഷ, അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. തെറ്റ് തന്നെ ചെയ്യാത്ത ജീവിതം, സത്യത്തിൽ അതല്ലേ ബൈബിൾ വാഗ്ദാനം ചെയ്യുന്ന രക്ഷ. തെറ്റെന്ന് പറഞ്ഞാൽ കൽപ്പനകൾ, ദൈവകൽപ്പനകൾ അനുസരിച്ച്, പൂർണ്ണമായി അനുസരിച്ച്, അതിനൊരു വീഴ്ചയും വരുത്താതെ ഒരു ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ ജീവിതം അതെനിക്ക് വേണം. എന്താണ് ബൈബിൾ നമുക്ക് നൽകുന്ന രക്ഷ? ചെയ്തു പോയ തെറ്റുകളുടെ ഒരു ക്ഷമ മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റ് ചെയ്ത് അതിന്റെ മനസാക്ഷിയുടെ ഹേമ അനുഭവിക്കുന്നവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ളൂ. അതിന്റെ ക്ഷമ ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല, തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള, അതായത് ദൈവകൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാൻ പ്രാപ്തമാക്കുന്ന ദൈവകൃപ, അതാണ് യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന രക്ഷ. ദൈവകൽപ്പനയുടെ പ്രാധാന്യവും പ്രസക്തിയും സംബന്ധിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുമ്പോൾ ഈ കാര്യമാണ് ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രക്ഷ എന്നുള്ളത് ദൈവകൽപ്പനയെ അവഗണിച്ചിട്ടുള്ള, ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമല്ല. അത് ദൈവകൽപ്പനയുടെ യഥാർത്ഥമായ, പൂർണ്ണമായ, സമ്പൂർണമായ അനുസരണമാണ്. 6
പോയിന്റുകളായിട്ട് ഞാൻ ഈ ചിന്ത പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവകൽപ്പനകൾ എന്നാൽ മനുഷ്യന്റെ ശാശ്വതമായ നന്മയ്ക്കായുള്ള വ്യവസ്ഥകളാണ്. എന്താണ് ദൈവത്തിന്റെ കൽപ്പനകൾ? മനുഷ്യന്റെ ജീവനായിട്ടുള്ള, നിലനിൽപ്പിനായിട്ടുള്ള, നിത്യമായ നിലനിൽപ്പിനായിട്ടുള്ള ദൈവിക വ്യവസ്ഥകൾ. അല്ലാതെ നമ്മെ പരീക്ഷിക്കാനോ നമ്മെ ബുദ്ധിമുട്ടിക്കാനോ വെച്ച ആർബിട്രറിയായ ഏകപക്ഷീയമായ കുറെ നിബന്ധനകൾ വെച്ച് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുകയല്ല കൽപ്പനകൾ വഴി ദൈവം ചെയ്തത്. ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി വെച്ച ഒരു 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 ചോദ്യങ്ങളല്ല, പരീക്ഷണ മേഖലയല്ല കൽപ്പനകൾ. കൽപ്പനകൾ നമ്മുടെ ജീവന്റെ അടിസ്ഥാന അനിവാര്യമായ നിബന്ധനകളാണ്. നമ്മൾ പറയുമല്ലോ, നല്ല ഭക്ഷണം കഴിക്കണം, ശുദ്ധമായ വെള്ളം കുടിക്കണം എന്നിങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ ഉണ്ടെങ്കിൽ, നിയമങ്ങൾ ഉണ്ടെങ്കിൽ, അത് എന്തിനാ അത് പറയുന്നത്? നമ്മൾ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ ഈ നിബന്ധനകൾ അനുസരിച്ച് പോകണം. അതുപോലെ തന്നെ മനുഷ്യന് ശരീരം മാത്രമല്ല ഉള്ളത്, മനുഷ്യന്റെ വ്യക്തിത്വം, അവന്റെ ധാർമ്മികവും സാമൂഹ്യവും ആത്മീയവുമായ നിലനിൽപ്പ്, നിത്യമായ നിലനിൽപ്പ്, അതിനു വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ സൃഷ്ടിച്ചത്. നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായ അനിവാര്യമായിരിക്കുന്ന നിബന്ധനകൾ, അതാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ 2:16 യഹോവ മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ നമ്മൾ സാധാരണ ഇതിനകത്ത് നെഗറ്റീവ് സൈഡ് മാത്രമേ കൽപ്പനയായിട്ട് കാണാറുള്ളൂ. അതായത് തിന്നരുത് എന്നതാണ് കൽപ്പന. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, കർത്താവ് പറയുന്നത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഈ ഇഷ്ടം പോലെ തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ തിന്നു എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് അല്ല. അതിന്റെ പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് തിന്നുക എന്നാണ്. നീ ഇഷ്ടം പോലെ, നിന്റെ ആവശ്യം പോലെ, നിന്റെ നീഡനുസരിച്ച് തിന്നുക, തിന്നുകൊണ്ടിരിക്കുക എന്നാണ് ആ പ്രയോഗം. അത് കൽപ്പനയാണ്. കൽപ്പനയുടെ ഒരു ഇമ്പാക്റ്റ് അതിനുണ്ട്. ഹീബ്രു ഭാഷയിൽ കാൽ ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കൽപ്പനയുടെ വിവക്ഷയുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ അരുത് എന്ന് പറഞ്ഞാൽ ഒരു നോ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്താൽ അതാണ് 10 കൽപ്പനയിലും ഉള്ളത്. അരുത്, അരുത്, അരുത് എന്നുള്ളത്, കൊല്ലരുത്. അത് കാൽ ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു രീതിയാണ്. അതിന്റെ പോസിറ്റീവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, തിന്നുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യം പോലെ തിന്നുക, അതൊരു കൽപ്പനയാണ്, അതതിന്റെ പോസിറ്റീവ് സൈഡ്. എന്നാൽ ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നീ തിന്നരുത്. അതെന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാല്, മനുഷ്യനെ ഒരു പരീക്ഷണശാലയിൽ ഇട്ടിട്ട് ഇവൻ അനുസരിക്കുകയോ ഇല്ലയോ എന്ന് കാണുക വേണ്ടിയിട്ട് ഇട്ടതല്ല. അതാണ് മനുഷ്യന്റെ ജീവൻ. ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തോണം. ദൈവത്തിന്റെ കൽപ്പനകൾ ഇതൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രതീകാത്മകതയും ആയ ഒരു ഉദാഹരണവും കൂടിയാണിത്. ഈ സംഭവം ജീവിക്കണമെങ്കിൽ, മരിക്കാതെ ജീവിക്കണമെങ്കിൽ നീ ഇഷ്ടം പോലെ തിന്നുക, തിന്നരുതാത്ത തിന്നാതിരിക്കുക. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ദൈവത്തിന്റെ നിബന്ധനകൾ. അത് പോസിറ്റീവായതും അത് ചെയ്യാൻ പറഞ്ഞതും ചെയ്യരുതെന്ന് പറഞ്ഞതും നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുക. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, ലേവ്യ പുസ്തകത്തിലെ, ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ജീവിക്കണമെങ്കിൽ, ജീവൻ നിത്യമായി ജീവിക്കണമെങ്കിൽ അതിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ്, അനിവാര്യമായിരിക്കുന്ന വ്യവസ്ഥകളാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. അപ്പൊ കർത്താവ് ഇതാണ് കൽപ്പനകൾ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവകൽപ്പനകൾ. നമ്മളൊരു സാധാരണ ഉദാഹരണങ്ങൾക്ക് പറയുമല്ലോ, ഒരു വാഹനമോ ഒരു യന്ത്രമോ ഒക്കെ ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു കൈപ്പുസ്തകം, ഒരു മാനുവൽ തരും. അതനുസരിച്ച് പ്രവർത്തിച്ചാലേ അത് യന്ത്രം പ്രവർത്തിക്കുള്ളൂ. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്, നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന വ്യവസ്ഥകളാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കുറച്ച് വ്യവസ്ഥകൾ മനുഷ്യന് കൊടുത്തത് ജീവിക്കാനായിട്ട്? അതിന്റെ കാരണം, ദൈവത്തിലുള്ള ഗുണവിശേഷങ്ങൾ തന്നെയാണ് ദൈവം
കൽപ്പനകളായി മനുഷ്യന് നൽകിയിരിക്കുന്നത്. കർത്താവ് നിത്യം ജീവിക്കുന്നവനാണ്. ദൈവം നിത്യം ജീവിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ആ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ രൂപകൽപ്പന ചെയ്ത് അവനെ പോലെ ദൈവത്തെ പോലെ വ്യക്തിത്വമുള്ളവനായി നിർത്തിയെങ്കിൽ അവന്റെ നിലനിൽപ്പിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ദൈവ വ്യക്തിത്വത്തെ നിലനിർത്തുന്ന ആ ദൈവ വ്യക്തിത്വത്തിന്റെ ആ അഭേദ്യ ഗുണവിശേഷങ്ങൾ തന്നെയാണ് അവന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധി, ദൈവത്തിന്റെ നീതി നമ്മുടെ നീതി, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ സ്നേഹം, അവിടുത്തെ ധാർമ്മിക സവിശേഷതകളെല്ലാം നമ്മുടെ ധാർമ്മിക സവിശേഷതകളായിട്ട് ദൈവ കൽപ്പനകളിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവ സ്വഭാവത്തിന്റെ വെളിപ്പാടുകളാണ്. സത്യസന്ധത, ക്ഷമ, വിശ്വസ്തത, കരുണ, ഔദാര്യം, ബഹുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ദൈവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം സത്യവാനായിരിക്കുന്ന പോലെ നമ്മളും സത്യസന്ധരായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ദൈവ സ്നേഹമാകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. അപ്പൊ കർത്താവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ കർത്താവ് ജീവിക്കുന്ന ജീവിതം ജീവിക്കണമെങ്കിൽ കർത്താവ് ജീവിക്കുന്നത് പോലെ ജീവിക്കണം. അതിനെതിര് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മരണം. മത്തായിയുടെ സുവിശേഷം 5:42 കർത്താവ് പറയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിക്കുവിൻ. ദൈവത്തിന്റെ സൽഗുണപൂർണത, അതാണ് നമ്മുടെ നിലവാരം, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ട പ്രമാണങ്ങൾ. ഇതിന്റെ ദൈവത്തിന്റെ കൽപ്പന. മൂന്നാമത്തെ കാര്യം, മോശയുടെ കൽപ്പനകൾ. അത് സംബന്ധിച്ചാണല്ലോ പലപ്പോഴും ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. ദൈവത്തിന്റെ കൽപ്പനയാണോ മോശയുടെ കൽപ്പന? മോശയുടെ കൽപ്പന ദൈവം അരുളി ചെയ്തിട്ട് പറഞ്ഞത് തന്നെയാണല്ലോ. എന്നാൽ മോശയുടെ കൽപ്പനകൾ പഴയ നിയമ യഹൂദന്റെ ശിക്ഷാ നിയമങ്ങളും സിവിൽ നിയമങ്ങളുമായിരുന്നു. അതാണ് ഞാൻ മൂന്നാമത് പറയുന്ന ആശയം. അതായത് പഴയ നിയമ പുസ്തകം പെന്റാറ്റിക് പഞ്ചഗ്രന്ഥങ്ങളിലുള്ള മോശയുടെ എഴുത്തുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് ദൈവമാണ് അവരെ ഒരു ജനതയാക്കിയത്, ദൈവമാണ് അവർക്ക് നിയമങ്ങൾ നൽകിയത്. എന്നാൽ ഈ നിയമങ്ങളുടെ പൊതു സ്വഭാവം നമ്മൾ നോക്കിയാൽ ഏതൊരു രാജ്യത്തിൻ്റെയും ക്രിമിനൽ ലോസും സിവിൽ ലോസും പോലെ, പീനൽ കോഡും അതുപോലെ സിവിൽ കോഡും പോലെ ഒരു നിയമസംഹിതയുടെ രൂപത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം അത് യഹൂദ ജനതയുടെ, യഹൂദ രാഷ്ട്രത്തിന്റെ ഒരു, ഇന്നത്തെ രാഷ്ട്രം എന്ന് പറയുന്ന പോലെ ഒരു തിയോക്രസി, ആ ജനസമൂഹത്തിന്റെ, ആ രാജ്യത്തിന്റെ ഒരു നിയമബലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിരിക്കുന്ന ബലഹീനതകളും പരിമിതികളും ആ നിയമാവലികൾക്കുണ്ട്. ഇത് ദൈവം കൊടുത്തതല്ലാത്തത് കൊണ്ടല്ല, ദൈവം കൊടുത്തപ്പോൾ അതിന്റെ പർപ്പസ് അവരെ ഒരു ജനതയായി നിലനിർത്തുന്ന നിയമാവലികളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ 10 കൽപ്പനകളിൽ തന്നെ നോക്കിയേ, ഒരു കൽപ്പന ഒഴികെ പക്ഷെ ബാക്കി എല്ലാ കൽപ്പനകളും അരുത് എന്ന ഒരു കൽപ്പനയായിട്ടാണ് ഉള്ളത്. 5-ാം കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് മാത്രമേ അരുത് എന്നുള്ള ആ രീതി ഫോമിലല്ല, ബാക്കിയെല്ലാം അരുതുകളാണ്. അപ്പൊ ഈ അരുതുകൾ ഒരു അനിവാര്യമായിരിക്കുന്ന ഒരു പരിമിതിയാണ്. കാരണം ശിക്ഷാ നിയമങ്ങളില് ഈ പരിമിതികളുണ്ട്. കാരണം ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്, ന്യായമായ ശിക്ഷ കൊടുക്കും. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ തെറ്റ് ചെയ്യുന്നവരെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു റെസ്ട്രിക്റ്റീവ് സിസ്റ്റം ആണ് പീനൽ കോഡ്, ശിക്ഷാ നിയമങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ, സർക്കാരാണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുക്കും, അവന് ശിക്ഷയുണ്ട്, അതിന് ഫൈനുണ്ട്, ശിക്ഷയുണ്ട്. കാരണം സർക്കാരിന്റെ പണി എന്താ? ദുഷ്പ്രവർത്തിക്കാരെ നിയന്ത്രിച്ചു നിർത്താൻ അവൻ വാൾ ധരിച്ചിരിക്കുന്നതാണ്, അവൻ ന്യായാധിപതിയാണ്. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കാനായിട്ടുള്ള വാള് ധരിച്ചിരിക്കുന്നത്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അതാണ് ശിക്ഷയുടെ ഗവൺമെന്റിന്റെ പേർപ്പസ്. അതുപോലെ തന്നെ യഹൂദ ഗവൺമെന്റിന്റെ പർപ്പസ് അവരെ നിയന്ത്രിച്ച്, അവരുടെ തെറ്റുകളെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്.
എന്നാൽ ഒരാള് ആ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല, ഒരു അരുതുകളും പരിധി വിട്ടു പോയിട്ടില്ല എന്ന് കരുതി അദ്ദേഹം ഒരു നല്ല പൗരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു നല്ല പൗരൻ എന്ന് ഒരാളെ വിളിക്കുന്നത് അവൻ ചെയ്യാത്ത തെറ്റുകളുടെ അടിസ്ഥാനത്തിലല്ല, അവന്റെ പൗരത്വം, അവന്റെ ജീവിതം കൊണ്ട് അവൻ രാജ്യത്തിന് എന്ത് സംഭാവന നൽകി എന്നതുകൊണ്ടാണ്. എന്ത് ചെയ്തില്ല എന്നല്ല, എന്ത് ചെയ്തു എന്നതാണ് പൗരത്വത്തിന്റെ മാന്യതയുടെ, മഹത്വത്തിന്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ കൊടുക്കുന്ന ആള് അവർ കേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലോ, ആരെ മോഷ്ടിക്കാനോ തട്ടിപ്പറിക്കാനോ കൈക്കൂലി വാങ്ങാനോ പോയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, അവർ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് വെള്ളത്തിൽ കൊടുക്കുന്ന ആരെയും അപകടത്തിൽപ്പെടുത്തിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപകടത്തിൽപ്പെടുത്തിയാൽ അവന് ശിക്ഷയാണ് വരുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് അംഗീകരിക്കപ്പെടുന്നവര്. അപ്പൊ യഥാർത്ഥത്തിൽ കൽപ്പനകൾ, ഈ സിവിൽ നിയമങ്ങളൊക്കെ അരുതുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നത് ചെയ്തില്ലെങ്കിൽ, നന്മ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുമെന്നോ, കൊടുത്തില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നോ, സഹിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നോ, മഹാമനസ്കത കാണിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നോ ഒരു നിയമത്തിലും പറയാനായിട്ട് പറ്റിയല്ല. അപ്പൊ ക്രിമിനൽ ലോയുടെ സ്വഭാവം, ഒരു പീനൽ കോഡിന്റെ സ്വഭാവം പഴയ നിയമത്തിലുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നത് മലയിലെ പ്രസംഗത്തിലെ, കർത്താവിന്റെ സുപ്രസിദ്ധമായിരിക്കുന്ന മലയിലെ പ്രസംഗത്തിന്റെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാകുമ്പോഴാണ്. കർത്താവ് തുടങ്ങുന്ന സമയത്ത് തന്നെ കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ഒരളവോളം ജീവിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ക്രിമിനൽ ലോയും പീനൽ കോഡും എല്ലാം. യഹൂദന്റെ മോശയുടെ ന്യായപ്രമാണവും വിശാല അർത്ഥത്തിൽ അത് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ സ്വർഗരാജ്യത്തിലെ വ്യവസ്ഥ, ദൈവരാജ്യത്തിന്റെ ജീവിത വ്യവസ്ഥ ഈ ക്രിമിനൽ ലോയും പീനൽ കോഡും അല്ല, അരുതുകളുടെ കുറെ പട്ടികകൾ അല്ല. അതിലപ്പുറമായിരിക്കുന്ന ഒരു കാര്യം, പരീശന്റെ നീതിയെ കവിയുന്ന ഒരു നീതി, സ്വർഗീയ പിതാവിന്റെ സൽഗുണ പൂർണ്ണത, അതാണ് സ്വർഗരാജ്യത്തിലെ നീതി. എന്നാൽ ഇവിടുത്തെ നീതിയോ, രാജ്യത്തിലെ നീതിയോ അങ്ങനെയൊക്കെ ഉള്ളതെന്നല്ല. അതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ഒക്കെ വെക്കും ഭരണഘടനയുടെ. പക്ഷെ പീനൽ കോഡിലും ക്രിമിനൽ സിവിൽ ലോയിലും ഒന്നും, കോഡിലും ഒന്നും അത് വെക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ക്രിസ്തീയത, ആ യാഥാർത്ഥ്യമാണ് ക്രിസ്തീയത നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം വ്യഭിചാരം, ചില സമൂഹങ്ങളിലൊക്കെ ഈ ശിക്ഷ, ഈ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ശിക്ഷാവിധിയുടെ രീതിയുണ്ട്. ഇപ്പം യഹൂദന്റെ നീതി, ഇപ്പൊ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ്, വ്യഭിചാരം ചെയ്താൽ അതിനുള്ള ശിക്ഷ എന്താണ്, അക്രമം ചെയ്താൽ കൊന്നാൽ അതിനുള്ള ശിക്ഷ എന്താണ്. അതിന്റെ ശിക്ഷാവിധി, അതിന്റെ രീതിയിൽ മോശ അത് അവരുടെ നിയമത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില മതങ്ങളൊക്കെ വന്നപ്പോൾ അത്രയും പോരാ, കുറച്ചുകൂടെ കഠിനമായിരിക്കുന്ന ശിക്ഷ കൊടുത്താലേ സമൂഹം നന്നാവുകയുള്ളൂ. ഇപ്പൊ മോഷ്ടിച്ചാല് പകരം അതിനെ ഇരട്ടി അത് നഷ്ടം വരുത്തിയതും കൂടുതലും ആയിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് യഹൂദന്റെ നീതിയിൽ, വ്യവസ്ഥയിലുള്ളത്. എന്നാൽ പിന്നീട് വന്ന ചില മതങ്ങളൊക്കെ, മത നിയമങ്ങളിലൊക്കെ, സമൂഹ നിയമങ്ങളിലൊക്കെ മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തല വെട്ടുക എന്നുള്ളതാണ്. അപ്പൊ ചെയ്തതിന് കുറച്ചുകൂടെ ക്രൂഡായിരിക്കുന്ന പ്രാകൃത നീതിയിലേക്ക് ഒക്കെ വരുത്തി. ഇതെല്ലാം എത്ര ക്രൂഡായാലും ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ മാത്രമാണ്. കർത്താവ് മലയിലെ പ്രസംഗം പറഞ്ഞപ്പോൾ വ്യഭിചാരം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് എന്നാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹൃദയത്തിലെ വ്യഭിചാരം, അതിന് കേസെടുക്കാൻ എന്താ വകുപ്പ്? ഒരാൾ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു എന്ന് വരച്ച് അവനെതിരെ കേസെടുക്കാൻ പറ്റുമോ? കൊല്ലുന്നതിന് ശിക്ഷയുണ്ട്. എന്നാൽ സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകയാണെങ്കിൽ അതിനെങ്ങനെ ശിക്ഷിക്കാനായിട്ട് കഴിയും? ഈ ലോകത്തിലെ നിയമങ്ങൾക്ക് അത് ശിക്ഷിക്കാനായിട്ട് കഴിയില്ല. അപ്പം അവിടെ കണ്ടോ, അത് ശിക്ഷാവിധിയുടെ, ക്രിമിനൽ ലോയുടെ ലെവലിലേക്ക് ക്രിസ്തുവിന്റെ നിയമങ്ങളെ വെക്കാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ നിയമങ്ങൾ അതിനേക്കാളൊക്കെ ഉന്നതമായിരിക്കുന്ന തത്വങ്ങളാണ്. അതായത് ജാതികളുടെ നിലവാരം, അതാണ് ഈ അരുതുകളുടെ നിലവാരം. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, മോഹിക്കരുത് എന്നിങ്ങനെയുള്ള ഈ നിലവാരം എന്നുള്ളത് ജാതികൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരെന്നല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന
സാധാരണ മനുഷ്യരുടെ ഒരു ജീവിതത്തെ നിയന്ത്രിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ദൈവരാജ്യത്തിന്റെ നിലവാരം ആ നിലവാരമല്ല, അത് പരീക്ഷന്റെ നിലവാരമല്ല, അത് ഗവൺമെന്റിന്റെ സിവിൽ കോഡിന്റെ നിയമങ്ങളുടെ നിലവാരമല്ല, ഭരണഘടനയുടെ നിലവാരമല്ല, അത് ദൈവത്തിന്റെ നിലവാരമാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നു, അതാണ് നിങ്ങളുടെ നിലവാരം. അവരാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിട്ട് നിൽക്കേണ്ടത്. അത് ഏറ്റവും ഉയർന്നതാണ്. അതുകൊണ്ട് വിശ്വാസി മോഷ്ടിക്കുന്നുണ്ടോ, കൊല്ല ചെയ്യുന്നുണ്ടോ, കള്ളത്തരം പറയുന്നുണ്ടോ എന്നുള്ളത് അതൊരു ചോദ്യം, ഒരു ലജ്ജാകരമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. പൗലോസ് എബ്രായക്കാരൻ ചോദിക്കുന്ന പോലെ അത് നിർജ്ജീവ പ്രവൃത്തികൾക്ക് മാനസാന്തരം ശിഷ്യസഹജമായിരിക്കുന്ന ബാലപാഠങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഇനി അത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ, മാനസാന്തരം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്ന പോലെ അതാണ്. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആ നിലവാരത്തിൽ ജീവിച്ച് കാണിച്ചൊരു മനുഷ്യനാണ്. ക്രിസ്തു ലോകത്ത് ജീവിച്ച ജീവിതം എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. ദൈവം നീതിമാനായിരിക്കുന്ന പോലെ നീതിയുള്ളവനായിരിക്കാൻ കഴിയും. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കാൻ കഴിയും. ദൈവം ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാനായിട്ട് കഴിയും എന്ന് ക്രിസ്തു എന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിൽ, നമ്മളെപ്പോലെ ജഡരക്തമുള്ളവനായിരിക്കുന്ന ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നു. അത് സത്യമാണ് എന്ന് കാണിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് പറയും, ക്രിസ്തുവാണ് നമ്മുടെ നിയമം എന്ന് നമുക്ക് പറയാൻ കഴിയും. സ്വർഗീയ പിതാവിന്റെ സൽഗുണപൂർണത, ആ ട്രാൻസെൻഡന്റൽ ആയിരിക്കും സർവാധിചായിയായ ദൈവത്തിന്റെ ആ സൽഗുണപൂർണത ഒരു മനുഷ്യന്റെ ജഡം ധരിച്ച് ഭൂമിയിൽ നമ്മുടെ ഇടയിൽ നടന്ന് ജീവിച്ച് പ്രവർത്തിച്ച് ചിന്തിച്ച് സംസാരിച്ച് ഇടപെട്ട് പ്രതികരിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതാണ് നമ്മുടെ നിയമം. പരീശന്റെ നീതിയെ കവിയുന്ന ഒരു നിയമം. അതാണ് ക്രിസ്തീയ ദൈവകൽപ്പന, ദൈവരാജ്യത്തിന്റെ നിയമം. 4ാമത്തെ പോയിന്റ്, എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതല്ല, എന്ത് ചെയ്യുന്നു എന്നതാണ് ദൈവകൽപ്പനയുടെ യഥാർത്ഥ ഉദ്ദേശം. എന്ത് ചെയ്യാതിരിക്കുന്ന അരുതുകളുടെ ഒരു പട്ടികയല്ല, എന്താണ് ചെയ്യുന്നത് എന്നാണ് ദൈവത്തിന്റെ കൽപ്പന. എന്ത് ചെയ്യണം എന്നാണ് ദൈവകൽപ്പന നമ്മോട് പറയുന്നത്. എന്ത് ചെയ്യരുതെന്നല്ല, എന്ത് ചെയ്യണം. എങ്ങനെ ജീവിക്കരുത് എന്നല്ല, എങ്ങനെ ജീവിക്കണം. ദൈവകൽപ്പനകളുടെ ആത്മാവ് നിഷേധാത്മകമായ ചില നിയന്ത്രണങ്ങളല്ല, അത് ക്രിയാത്മകമായിരിക്കുന്ന സാധ്യതകളാണ്. അത് വിവക്ഷിക്കുന്ന നന്മകളാണ് യഥാർത്ഥത്തിൽ കൽപ്പനയുടെ ആ ക്രിയാത്മക വശം. കൽപ്പനയുടെ ആത്മാവ് അതാണ്. ഇപ്പം യഹൂദനെ സംബന്ധിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നൊരു കൽപ്പന, നമ്മളത് വിശദമായി ചിന്തിക്കും. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. അതായത് വ്യാജമായ കാര്യത്തിന്, ദുരുദ്ദേശത്തിന്, കള്ളത്തരം കാണിക്കാനായിട്ട് കൂട്ടായിട്ടൊക്കെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന് എടുക്കരുതെന്നൊരു പേര്, ആ പേര് എടുക്കരുത്. അങ്ങനെയാണ് യഹൂദന്മാർ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയൊന്നും എടുക്കരുത്. ഒരർത്ഥത്തിൽ അതാണ്, അങ്ങനെ എടുത്താൽ അതിനുള്ള ശിക്ഷയുണ്ട്. എന്നാൽ സത്യത്തിൽ ദൈവത്തിന്റെ നാമം എടുക്കരുതെന്നല്ല അവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ നാമം എടുക്കേണ്ടവരാണ് നമ്മൾ, എടുക്കപ്പെട്ടവരാണ്, അവന്റെ നാമം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നാമം, ദൈവത്തിന്റെ നാമം, അതെന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ നാമം. സത്യത്തിൽ ദൈവനാമം എടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നാമത്തിൽ അറിയപ്പെടുക, വിളിക്കപ്പെടുക, ദൈവനാമം വിളിക്കുക, വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നമ്മുടെ കൽപ്പന. വൃഥാ എടുക്കരുത്, വേണ്ടാത്ത കാര്യത്തിന്, തെറ്റിന് എടുക്കരുത്. അതുപോലെ കൊല്ലരുത് എന്ന കൽപ്പന എന്ന് പറയുമ്പോൾ അതിന്റെ വിവക്ഷ എന്താ? ജീവന്റെ മഹത്വം, മനുഷ്യ ജീവന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന മഹത്വം, അത് കാത്തു പരിപാലിക്കാനുള്ള ആഹ്വാനമാണ്. അതിനെതിരെ നിൽക്കരുതെന്നല്ല, അത് പരിപാലിക്കുന്നവരാണ്. മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആരുടെയും മോഷ്ടിച്ചെടുക്കരുത്. അത് ജാതികളുടെ നിയമമാണ്, മോഷ്ടിക്കരുതെന്ന് അവർക്കും അറിയാം. എന്നാൽ അതിന്റെ ഉയർന്ന തലം എന്താണെന്നറിയോ? നീതിയുടെ ജീവിതം, മറ്റുള്ളവൻ അർഹതപ്പെട്ടത് നൽകുന്ന, അതിൽ കൈയടത്താത്ത ആ നീതിയുടേതായിരിക്കുന്ന ഒരു ജീവിതം. ശാബത്, എന്ത് ചെയ്യരുത്, പണിയെടുക്കരുത് എന്ന് മാത്രം കാണണം. എന്നാൽ എന്താണ് ശാബത്? എന്താണ് ദൈവത്തിന്റെ വിശ്രമം? എന്താണ് ദൈവാരാധനയുടെ ദിവസം? അത് തിരിച്ചറിയുക. കർത്താവ് മലയിലെ പ്രസംഗത്തില് അതിന്റെ ചില ശ്രേഷ്ഠമായ ചില വാക്കുകൾ കർത്താവ് കൽപ്പനകളെ സമ്മറൈസ് ചെയ്ത് പറയുന്നില്ലേ? മനുഷ്യർ
നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും അവർക്ക് ചെയ്യുവിൻ. ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, മനുഷ്യർ ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നില്ലേ അവർക്ക് ചെയ്യാൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. മത്തായിയുടെ സുവിശേഷം 22:36 വാക്യത്തിൽ ആ പരീശൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലിയത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഇടുന്ന ഉത്തരം എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. എങ്ങനെ ഇത് മുഴുവൻ അടങ്ങുന്നത്? ബലിയെപ്പറ്റി, കാഴ്ചയെപ്പറ്റി, ദശാംശം കൊടുക്കുന്നതിനെ പറ്റി 613 കൽപ്പനയെന്നോ എന്തോ പഴയ നിയമത്തിലെ കൽപ്പനകളുടെ ഒരു കണക്ക് എവിടെയോ വായിച്ചു ഓർക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഈ രണ്ട് കൽപ്പനകൾ ഒതുങ്ങിയത്? കർത്താവ് പറഞ്ഞു അതിൽ ഒതുങ്ങിയെന്ന് പറഞ്ഞു. ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക, അതിലെല്ലാ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ ഈ ആത്മാവ് ഉൾക്കൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ഒരു ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. സ്നേഹിച്ചാൽ മതി. പരീശന്മാര് കൽപ്പനകളെ അനേക ലഘു കൽപ്പനകളായിട്ട് വിവരിച്ച് അങ്ങനെ കൽപ്പനകളുടെ ഒരു പ്രളയം ഉണ്ടാക്കി അനുസരിക്കാൻ വേണ്ടി. കർത്താവ് എന്നാൽ പഴയ നിയമത്തിലെ ഈ 613 അവരെ എത്ര ആക്കി കാണും? എന്റെ ചെറുതും വലുതുമായ ഓരോരോ കാര്യം. ഇങ്ങനെ രാവിലെ അനുസരിക്കേണ്ടത് എങ്ങനെ, ഉച്ചയ്ക്ക് അനുസരിച്ച് വൈകുന്നേരം എങ്ങനെ അനുസരിക്കണം, രാത്രിയിൽ എങ്ങനെ അനുസരിക്കണം, എല്ലാവരും നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഈ കൽപ്പനകൾക്ക് പിന്നെയും പക്ഷങ്ങൾ ഉണ്ടാക്കാൻ. കർത്താവ് അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്കല്ല അവിടെ പോയത്. കർത്താവ് അതിനെ എല്ലാം സമ്മറൈസ് ചെയ്തിട്ട് ഒരർത്ഥത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കി. സ്നേഹം. അതിന് 2 ഡയമെൻഷൻസേ ഉള്ളൂ, ഒരു വെർട്ടിക്കൽ ഡയമെൻഷൻ, ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിക്കുക എന്ന് അപ്പോസ്തലന്മാരും അത് തന്നെ പറഞ്ഞു. 13 അധ്യായത്തിന് 4-7 വാക്യങ്ങൾ സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അതൊന്നും ഇതിനകത്തില്ല. അസൂയയില്ല, പിണക്കമില്ല, വൈരാഗ്യമില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ശാഠ്യവും ദേഷ്യം, ഇതൊന്നും സ്നേഹത്തിന്റെ. സ്നേഹിച്ചാൽ മതി, സ്നേഹിച്ചാൽ മതി. ആ പുതിയ നിയമത്തിന്റെ ഊന്നൽ കണ്ടോ? കൽപ്പന എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോയിലും അതുപോലെയുള്ള BNS-ലും ഭാരതീയ ന്യായ സംഹിതയിലും ഒക്കെ ഉള്ളതുപോലെ അരുതുകളുടെ ഒരു വലിയ ലിസ്റ്റ് കാണിച്ച് അതിന്റെ ശിക്ഷയുടെ ഭയം മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഭീഷണിയല്ല. ദൈവത്തിന്റെ കൽപ്പന അത് മനുഷ്യന്റെ ജീവനുള്ളതാണ്. എന്നെ ജീവിപ്പിക്കാൻ നൽകിയതാണ്. അത് മനുഷ്യന്റെ ജീവന്റെ വ്യവസ്ഥയാണ്. അത് ക്രിയാത്മകമാണ്, പോസിറ്റീവാണ്. ആ കൽപ്പന ദൈവത്തിന്റെ സ്വഭാവമാണ്. അതാണ് ക്രിസ്തുയേശു നമ്മുടെ മുമ്പ് ജീവിച്ച് കാണിച്ച് തന്നത്. മലയിലെ പ്രസംഗത്തിന്റെ മഹത്വം അതാണ്. എങ്ങനെ ജീവിക്കരുത് എന്ന പഴയ നിയമമല്ല, എങ്ങനെ ജീവിക്കണം എന്ന പുതിയ നിയമമാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. കുറെ അരുതുകൾ വെച്ച് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വഴി ആരും ക്രിസ്തു ശിഷ്യനാകുന്നില്ല. നമ്മളെക്കാളും അരുതുകളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള മറ്റാളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, ചെയ്യാൻ അസാധ്യമായ ചില പ്രവൃത്തികൾ, ചില നന്മകൾ നമ്മുടെ പരിമിതികൾ ഉൾക്കൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തു ശിഷ്യരായിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത് കൊണ്ട്, അതാണ് നമ്മളെ ക്രിസ്തു ശിഷ്യരാക്കിയത്. അല്ലാതെ മോഷ്ടിക്കാത്തതോ, കൊല്ലാത്തതോ, വ്യഭിചരിക്കാത്തതോ, കള്ളത്തരം പറയാത്തതോ അതുകൊണ്ട് മാത്രം, അത് ചെയ്യണമെന്നല്ല, ചെയ്തുകൊണ്ടല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ യേശു ക്രിസ്തുവാണ് ന്യായപ്രമാണം. ബൈബിളില് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഒന്ന് മോശയുടെ ന്യായപ്രമാണം എന്നുള്ളൊരു ചെരിവ് ചിലർക്ക് കാണും. യാക്കോബ് ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, എങ്കിലും ഞാൻ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഇല്ലാത്തവനായിരുന്നില്ല, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഉള്ളവരായി എന്നൊക്കെ പറയുമ്പോൾ, എന്താണ് ഈ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം? മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ വ്യവസ്ഥിതികളാണ്. അത് ഒരുപാട് ചിട്ടവട്ടങ്ങളുള്ള ഒരു സിവിൽ രാജ്യത്തിന്റെ സിവിൽ ലോയാണ്, ഒരു ജനതയുടെ സിവിൽ ലോയാണ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം സത്യത്തില്
ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവാണ് ദൈവരാജ്യത്തിന്റെ നിയമം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അനുസരണം എന്നത് അനുകരണം എന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു എന്നെ അനുസരിക്കുക എന്നതിനേക്കാൾ കർത്താവ് പറഞ്ഞ വാക്ക് പലപ്പോഴും എന്താണെന്ന് നോക്കിയേ, എന്നെ അനുകരിപ്പിൻ. അപ്പോസ്തലന്മാരും പറഞ്ഞു ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എനിക്ക് അനുകാരിയായിരിപ്പിൻ. അതൊരു ജീവിതമാണ്. പൗലോസ് അവർക്ക് ഒരു നിയമമാവുകയാണ്, അനുകരിക്കാനുള്ള ഒരു മോഡലാവുകയാണ്. പൗലോസിന് ക്രിസ്തു ഒരു മോഡലാവുകയാണ്. അവന്റെ കാഴ്ചപ്പാട് പിൻപറ്റേണ്ടതിന് അനുസരണമാണ് പുതിയ നിയമത്തിലെ അനുകരണം. ക്രിസ്തുവാണ് കാരണം, ക്രിസ്തുവാണ്, അവന്റെ ജീവിതമാണ് ദൈവരാജ്യത്തിലെ നിയമം. അഞ്ചാമത്തെ കാര്യം, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ ആത്മാവിൽ പ്രാപ്തരാക്കുന്നത്. ഇതെങ്ങനെ കഴിയും? ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, ആർക്ക് കഴിയും ഈ ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ? ആർക്ക് കഴിയും? ആർക്ക് കഴിയുമെന്നറിയോ? ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. നമുക്ക് ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പിന്നെ എങ്ങനെ നമുക്ക് കഴിയും? അവനാൽ നമുക്ക് കഴിയും. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിന് മാത്രമേ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തുവിനെ ജീവിപ്പിച്ച അതേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറഞ്ഞത് എന്നെ അനുകരിപ്പിനെന്ന് പറഞ്ഞു. അല്ലാതെ മനുഷ്യർക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. ആരോ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ക്രിസ്തീയ ജീവിതം വിഷമമാണ് എന്ന് ഒരിക്കലും പറയരുത്. അത് വിഷമമല്ല, അത് അസാധ്യമാണ്. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ മനുഷ്യന് എങ്ങനെ കഴിയും? എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവിന്റെ വീണ്ടെടുപ്പ്, കർത്താവിന്റെ രക്ഷ. മത്തായിയുടെ സുവിശേഷം 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. നോട്ട് ടു അബോളിഷ് ബട്ട് ടു ഫുൾഫിൽ. ഇവിടെ ഫുൾഫിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറോ എന്ന വാക്ക് പുതിയ നിയമത്തിൽ 88 തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. നിവർത്തിക്കുക എന്ന് പറയുന്ന വാക്ക്, നിവർത്തിക്കുക, വളരെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വിവക്ഷകളുള്ള ഒരു പദമായിട്ടാണ് അത് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം ടു പെർഫെക്റ്റ്, ടു റിയലൈസ് എന്നൊക്കെയാണ്. പ്രവചന നിവൃത്തി എന്ന് പറയുമല്ലോ, ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, സംഭവിച്ചപ്പോഴാണ് അത് സംഭവിക്കുമ്പോഴല്ലേ നിവൃത്തിയാകുന്നേ. അതാണ് ഫുൾഫിൽ ദ പ്രോഫസി എന്ന് പറയുന്നത്. അതുപോലെ കൽപ്പനകളെ കർത്താവ് പറയാണ് പൂർണ്ണമാക്കുക, അത് യാഥാർത്ഥ്യമാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇത് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, ഇവിടെ യാഥാർത്ഥ്യമായി. അപ്പൊ പഴയ നിയമം കർത്താവ് പറയാണ് കൽപ്പനകൾ, ന്യായപ്രമാണം, പ്രവാചകന്മാരും പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അവർ പറഞ്ഞതൊക്കെ വലിയ കാര്യവും നല്ല കാര്യവും സതിശ്രേഷ്ഠമായ കാര്യവുമാണ്. കൽപ്പന വിശുദ്ധമാണ്, ആത്മികമാണ്, അതാ പറഞ്ഞു വെച്ചത്. പക്ഷെ നിവർത്തിക്കാൻ കഴിയുമോ? എങ്ങനെ അത് യാഥാർത്ഥ്യമാകും? അതാണ് കർത്താവ് ലോകത്തിൽ ചെയ്തത്. കൽപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അനുസരണത്തിലേക്ക് വരിക, അപ്പോഴാണ് അത് നിവൃത്തിയാകുന്നത്. എല്ലാവരും നീതി കൊടുക്കണമെന്നൊരു കൽപ്പന ഉണ്ടാക്കി, നല്ല കൽപ്പനയാണ്, പക്ഷെ നിവൃത്തിയാകുന്ന എപ്പോഴാ? എല്ലാവരും നീതി കൊടുക്കുമ്പോഴല്ലേ. കൊടുക്കാതിടത്തോളം കൽപ്പന നല്ലതായിട്ട് ഇവിടെ ഇരിക്കാം, പുസ്തകത്തിലുണ്ടാവും, പക്ഷെ യാഥാർത്ഥ്യം വന്നിട്ടില്ല. യിരെമ്യാവിന്റെ പ്രവചനത്തിലെ പുതിയ ഉടമ്പടിയെ പറ്റി പറഞ്ഞ വാക്ക് നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കണം. എന്നാൽ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകത്യം മോചിക്കും, അവരുടെ പാപമിനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും. അത് അവരുടെ ജീവിത തത്വശാസ്ത്രമായിട്ട് തീരും, അതവരുടെ സ്വഭാവമായിട്ട് തീരും. സ്നേഹിക്കുക എന്നുള്ളത് അവരുടെ മോട്ടിവേഷനായിട്ട് തീരും, അവരുടെ നേച്ചറായിട്ട് തീരും, ഡിവൈൻ നേച്ചർ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി എന്ന് പറഞ്ഞ വാക്ക് ഡിവൈൻ നേച്ചർ. ദൈവത്തിന്റെ നേച്ചർ നമ്മുടെ നേച്ചറായിട്ട് തീരുമെന്ന്. അതാണ് പുതിയ നിയമം. ദൈവത്തിന്റെ പ്രവർത്തന രീതി നമ്മുടെ പ്രവർത്തന രീതി, ആ ചിന്താരീതി നമ്മുടെ ചിന്താരീതി, ആ സ്വഭാവം, ആ ഭാവം നമ്മുടെ ഭാവം.
അതായി തീരുമെന്ന്. അതാണ് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞു. റോമാലേഖനം അതെങ്ങനെ കഴിയും? കർത്താവിൽ അതാ സാധിച്ചത്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്നാണ്. ആ തത്വം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, അത് വേറൊരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അതായത് ഈ വീണുപോയ പ്രകൃതിയുടെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ. എന്താണ് ന്യായപ്രമാണത്തിന് കഴിയാത്തത്? ന്യായപ്രമാണത്തിന് പ്രസംഗിക്കാനേ കഴിഞ്ഞുള്ളൂ, ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി, പരീശന്റെ നീതിയല്ല, ന്യായപ്രമാണത്തിൽ വെളിപ്പെട്ട ദൈവനീതി, ആ നീതി നിവൃത്തിയാകേണ്ടതിന്, റിയലൈസ് ചെയ്യേണ്ടതിന്, അത് പൂർണ്ണമായി യാഥാർത്ഥ്യമായി തീരേണ്ടതിന് തന്നെ ന്യായപ്രമാണം വിവക്ഷിച്ച ആ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷത, ആ ജീവിത മാതൃക, സൽഗുണപൂർണത നമ്മിൽ നിവർത്തിക്കേണ്ടതിന് ദൈവം തന്റെ ആത്മാവിനെ, അവിടുത്തെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു തന്നു. അപ്പോസ്തലന്റെ 7-ാം അധ്യായത്തിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിലെ പൗലോസിന്റെ നിലവിളി നമുക്കറിയാം. ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് അങ്ങനെ കഴിയും, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്, ഇച്ഛിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ലോ ഇല്ലല്ലോ എന്ന്. ഉത്തരം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവന്റെ ആത്മാവിനാൽ നമുക്ക് കഴിയും. യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ കഴിയും എന്നതാണ് സുവിശേഷത്തിന്റെ വാഗ്ദാനം. കൽപ്പനയെ ബൈപ്പാസ് ചെയ്ത് ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. ദൈവ സ്വഭാവമായിരിക്കുന്ന, ദൈവം ജീവിച്ച, കർത്താവ് ജീവിച്ച് കാണിച്ച ആ സ്വർഗീയ ജീവിതം, നീതിയുടെയും സമാധാനത്തിന്റെയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെതുമായ ആ ദൈവരാജ്യ ജീവിതം ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും, അവന്റെ ആത്മാവിനാൽ കഴിയും. അതാണ് പുതിയ ഉടമ്പടി, അതാണ് ദൈവം സാധ്യമാക്കിയതായിരിക്കുന്ന മഹത്തായ കൃപ എന്ന് നമുക്കറിയാം. പഴയ ഉടമ്പടിയുടെ ബലഹീനത എന്താണെന്നറിയോ? അതിന് കൽപ്പിക്കാനേ കഴിയൂ, ചെയ്യുന്നവരാക്കാൻ കഴിയില്ല. എന്നാൽ പുതിയ നിയമം അത് കൽപ്പിക്കുന്നത് ചെയ്യുന്നവരാക്കി. പഴയ നിയമത്തിന് വിഭാവനം ചെയ്യുന്നതിന് അതീതമായി, മോശയുടെ ന്യായപ്രമാണം ചിന്തിക്കുന്നതിന് അത്യന്തം ഉന്നതമായിരിക്കുന്ന ആ ദൈവിക ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നവരാക്കി തീർക്കാനായിട്ട് കഴിയും. ദൈവം സഹായിക്കാതെ ആർക്കും കഴിയില്ല. ദൈവം സഹായിക്കുക, അതിന്റെ പേരാണ് സവിശേഷമായിരിക്കുന്ന കൃപ. സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. God give what you command and command what you will. കർത്താവേ, നീ കൽപ്പിക്കുന്ന കാര്യം എനിക്ക് തരണമേ എന്ന്. എന്താ കൽപ്പിക്കുന്നത്? സ്നേഹിക്കാനുള്ള കഴിവ് തരാതെ കൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആൻഡ് കമാൻഡ് വാട്ട് യു വിൽ. കർത്താവെ, നീ എനിക്ക് തരുന്നത് മാത്രമേ എന്നോട് കൽപ്പിക്കാവുള്ളൂ എന്ന്. എനിക്ക് പറ്റാത്തതൊന്നും കൽപ്പിക്കരുത്. കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചാൽ ദാറ്റ് ഈസ് എംപവർമെന്റ്, അത് നടപ്പിലാക്കലാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുകയാണ് ചെയ്തത്. കർത്താവ് അനുസരിക്കുക എന്ന് നമ്മോട് പറയുമ്പോൾ നമ്മെ അനുസരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിപാടിയാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ്. അത് ആ അനുസരണം അക്ഷരത്തിലല്ല, ആത്മാവിലാണ്. കൽപ്പനയുടെ യഥാർത്ഥ ഉദ്ദേശം. ഇപ്പൊ കർത്താവ് നോക്കിയേ, കർത്താവ് കൽപ്പനകളുടെ ബാഹ്യാചാരങ്ങളല്ലോ അനുഷ്ഠിച്ചത്. ശാപത്ത് ലംഘിച്ച ആളാ കർത്താവ് പരീശന്റെ വെച്ചിട്ട്. പക്ഷെ കർത്താവ് ശാപത്ത് ലംഘിക്കുകയല്ല ചെയ്തത്. കർത്താവാണ് ശാപത്തിന്റെ അനുസരണത്തെ പൂർണ്ണമാക്കിയത്. കാരണം കർത്താവ് അനുസരിച്ചത് കൽപ്പനകളുടെ ബാഹ്യ ആചാരങ്ങളല്ല, അതിന്റെ ആത്മാവാണ്, അതിന്റെ അന്തസത്തയാണ് കർത്താവ് നിവർത്തിച്ചത്, നമ്മെ നിവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നത്. 6ാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. പഴയ നിയമാനുഷ്ഠാനങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള താൽക്കാലിക ക്രമീകരണങ്ങളായിരുന്നു. പഴയ നിയമ അനുഷ്ഠാനങ്ങൾ, സെറിമോണിയൽ ലോസ് എന്നും മോറൽ ലോസ് എന്നൊക്കെ നമ്മൾ പൊതുവെ ജനറൽ ആയിട്ട് ചിരിക്കുന്നത് കേട്ടിട്ടില്ലേ?
അങ്ങനെയുള്ള ആചാരാനുഷ്ഠാന സംവിധാനങ്ങൾ, അവരുടെ പെരുന്നാളുകൾ, ആചരണങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, അവരുടെ ചട്ടങ്ങൾ, ക്രമങ്ങൾ, എന്തെല്ലാം പൗരോഹിത്യ ചട്ടങ്ങൾ, ബലികളുടെ കാഴ്ചകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു പക്ഷത്തിലെ ന്യായപ്രമാണം, നോമോസ് എന്നൊരു വാക്കാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നിയമം, പ്രിൻസിപ്പിൾ എന്നുള്ളതിനൊക്കെ നോമോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അനുഷ്ഠാന വിധികൾ, മോശയുടെ അനുഷ്ഠാന വിധികൾ, ഈ അനുഷ്ഠാന വിധികൾ എന്തിനാ ദൈവം നൽകിയത്? ഇത് നൽകിയത് അതല്ല നിയമം, അത് ദൈവത്തിന്റെ നിയമം. അതായത് സ്നേഹമെന്ന, ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിക്കുക എന്ന ക്രിയാത്മകമായ പോസിറ്റീവ് ആയിരിക്കുന്ന ആ സ്വർഗീയ നിയമം അനുസരിക്കാനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു സംവിധാനം. തത്വത്തിൽ അതിനുള്ളൊരു സംവിധാനമാണ് ഈ അനുഷ്ഠാനങ്ങൾ. പൗലോസ് ഗലാത്യർ പറയുന്നത്, അവകാശ സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്ത് ദാസനേക്കാൾ വിശേഷമുള്ളവനല്ല, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. അതായത് ശിശുക്കളെ നിയന്ത്രിച്ച് നിർത്താനുള്ള ബാല്യകാല ചിട്ടകൾ പോലെ ആളുകളെ, വീഴാൻ സാധ്യതയുള്ള വിവരവും വിവേകവും ഇല്ലാത്ത ആളുകളെ, അതിനുള്ള ദർശനം ലഭിക്കാത്ത, കാഴ്ച ലഭിക്കാത്ത ആളുകളെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ചട്ടക്കൂടുകളാണ് ഈ അനുഷ്ഠാനങ്ങൾ. പഴയ നിയമം യഹൂദനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ചട്ടക്കൂടായിരുന്നു. ആ ചട്ടക്കൂടല്ല നിയമത്തിന്റെ ആത്മാവ്. ഇപ്പൊ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടുണ്ട്, ടൈം ടേബിൾ ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്, സംവിധാനങ്ങളും അസൈൻമെന്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതല്ല ജീവിതകാലം മുഴുവൻ നിയമം. ആ ചട്ടക്കൂട് എന്തിനാ? പഠിക്കുക എന്നുള്ളതാണ് ആത്മാവ്. പഠിക്കാൻ വേണ്ടിയുള്ള ചട്ടക്കൂടുകളാണ്. ചട്ടക്കൂടുകൾ കൃത്യം അനുസരിക്കുകയും പഠിക്കുകയും ചെയ്തില്ലെങ്കിലോ കാര്യമില്ല. ഇപ്പൊ പഠനത്തെ പറ്റിയുള്ള അവബോധം ശരിക്കും വരുത്താത്തിടത്തോളം കാലം ചട്ടക്കൂടുകൾ ആവശ്യമാണ്. അതുകൊണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും വലിയ PhD ഒക്കെ പോയാൽ പിന്നെ ടൈം ടേബിളും ചട്ടക്കൂടും ഒന്നുമല്ലോ പറയുന്നത്. പഠിച്ചോളാൻ പറയും, ഇന്നത് എഴുതി ഇങ്ങ് തീർത്തോ, തീസിസ് എഴുതി ഇങ്ങ് തരാനായിട്ട് പറയും. അവൻ ചട്ടക്കൂടൊന്നും വേണ്ട, അവൻ പഠിച്ചിരിക്കും. കാരണം പഠനമാണ് അതിന്റെ ആത്മാവ്. അതുപോലെ സ്നേഹമാണ്, വിശ്വസ്തതയാണ്, സത്യസന്ധതയാണ്, നീതിയാണ്, ന്യായമാണ്, സമാധാനമാണ് ആത്മാവ്. അതിനുള്ള ഒരു സംവിധാനങ്ങളുണ്ടല്ലോ. സത്യത്തിൽ ഇത് മോശയുടെ കാലത്ത് മാത്രമല്ല, അത് ഇന്നും ഇങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ആണെങ്കിലും കുടുംബങ്ങളിലെ ഒക്കെ ആണെങ്കിലും സഭകളിൽ തന്നെ ആണെങ്കിലും ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഉണ്ട്. ഈ സംവിധാനങ്ങളല്ല, ഈ ക്രമീകരണങ്ങളല്ല ദൈവ നിയമങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. ഈ സംവിധാനങ്ങൾ ദൈവ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന, സഹായിക്കുന്ന സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങൾക്കൊക്കെ മാറ്റം വരും. അതുകൊണ്ടല്ലേ പഴയ നിയമ ഉടമ്പടിയുടെ ജീർണിച്ചു പോകുന്ന, ബലഹീനമായിരിക്കുന്ന, ദരിദ്രമായിരിക്കുന്ന ആ ചട്ടങ്ങളൊക്കെ മാറിപ്പോയില്ലേ? പക്ഷെ അത് വിവക്ഷിച്ചതായിരിക്കുന്ന നിയമത്തിന്റെ കാതൽ അതൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. ഇപ്പൊ യാത്ര ചെയ്യാന്നുള്ളത്, ഉദാഹരണം പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അത് കാളവണ്ടി യാത്ര ചെയ്യണോ വിമാനത്തിൽ യാത്ര ചെയ്യണോ എന്നുള്ളത് കാലാനുസൃത വ്യത്യാസമല്ലേ. കാളവണ്ടി നിന്നുപോയി, ഇപ്പൊ ഇല്ലാന്ന് ഓർത്ത് യാത്ര നിന്നു പോയിട്ടില്ലല്ലോ. അതുപോലെ അതൊക്കെ അന്നത്തെ കാലം, അതൊക്കെ കാലാനുസൃതമായ വ്യത്യാസങ്ങളുണ്ട്. ഒരളവിൽ പറഞ്ഞാല് സഭയിലും ഇതുപോലെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും ഈ ചട്ടക്കൂടുകളെ നിയമമാക്കുകയും നിയമങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് അതെന്തൊരു അബദ്ധമാണ്. പലപ്പോഴും കാലാനുസൃതം മാറാവുന്ന അനുഷ്ഠാനങ്ങൾ അത് സഭാ ജീവിതത്തിലുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത അതേ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ലല്ലോ. ഇപ്പൊ പഠനത്തിന് മാറ്റമില്ല, പഠന രീതികൾ മാറും എന്നതുപോലെ തന്നെ സഭായോഗത്തിന് മാറ്റമില്ല, യോഗത്തിന്റെ ക്രമങ്ങൾക്കൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരാം. സുവിശേഷ പ്രഘോഷണത്തിന് ഒരു മാറ്റമില്ല. അത് അബ്രഹാം പ്രസംഗിച്ചതുപോലെ, നോഹ പ്രസംഗിച്ചതുപോലെ എല്ലാ കാലവും സുവിശേഷ പ്രസംഗം, ആ പ്രഘോഷണത്തിന് മാറ്റമില്ല. പക്ഷെ എൻ്റെ രീതികൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. അനുഷ്ഠാനങ്ങളെ നിയമമാക്കുകയും നിയമങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന അബദ്ധം യഹൂദന്റെ പരീശത്വം ചെയ്തതുപോലെ തന്നെ ഇന്നും ലോകത്തിലുണ്ട്, സഭകളിലും പലപ്പോഴും ഉണ്ട്. മീഖാ പ്രവചനത്തില് എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതിന്റെ മുമ്പാൽ കുമ്പിടുന്നു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈലനദിയിൽ യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും
നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എന്താണ് കൽപ്പനയുടെ ആത്മാവ്? നീതി, ന്യായം, ദയ, താഴ്മ, വിശ്വസ്തത. അതാണ് ദൈവ സ്വഭാവം. അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. മറ്റുള്ള ബാഹ്യാചാരങ്ങൾക്ക് കാലാനുസൃതമായ പ്രസക്തിയുള്ളൂ. എന്നാൽ കൽപ്പനയ്ക്ക് കാലാതീതമായിരിക്കുന്ന പ്രസക്തിയുണ്ട്, നിത്യമായിരിക്കുന്ന പ്രസക്തിയുണ്ട്. കർത്താവിന്റെ ന്യായപ്രമാണം അപ്പോസ്തലന്മാരും ചെയ്തതെന്താ? അവരെന്താണ് മുറുകെ പിടിച്ചത്? കാലാനുസൃതമായി മാറുന്ന അനുഷ്ഠാന വിധികളല്ല, ഒരിക്കലും മാറ്റം വരാത്തതായിരിക്കുന്ന കർത്താവിന്റെ ന്യായപ്രമാണം. അതാണ് അവർ മുറുകെ പിടിച്ചത്. ഈ ചില മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ശരിയായ മതഭക്തി എന്ന് പറഞ്ഞാൽ അവരുടെ മത നേതാവിന്റെ ജീവിതത്തിന്റെ ബാഹ്യ ചട്ടങ്ങളെയൊക്കെ അതുപോലെ അനുകരിക്കുക. അദ്ദേഹം മുണ്ടെടുത്ത പോലെ മുണ്ടെടുക്കുക, അദ്ദേഹം കല്യാണം കഴിച്ചതുപോലെ കല്യാണം കഴിക്കുക, അദ്ദേഹം ഭക്ഷണം കഴിച്ചതുപോലത്തെ കായം ഒക്കെ തിന്നുക, അദ്ദേഹം കൈ കഴുകിയതുപോലെ കൈ കഴുകുക, അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരുന്നതുപോലെ ഈ പ്രാർത്ഥിക്കാനിരിക്കുക. സത്യത്തില് ഇതാണ് നിയമം, മതനിയമം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി മരിക്കുകയും വേണമെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ പിന്നെ വന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യത്തില് കർത്താവ് ചെയ്ത ഈ ബാഹ്യ ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാൻ അപ്പോസ്തലന്മാർ ആവശ്യപ്പെടില്ല. കർത്താവ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചത്, കർത്താവ് ഇങ്ങനെ വസ്ത്രം എടുത്തത്, കർത്താവ് എപ്പോഴാണ് എഴുന്നേറ്റത്, എപ്പോഴാണ് കിടന്നത്, എത്ര നേരം ഭക്ഷണം കഴിച്ചു, എങ്ങനെ ഇരുന്നാ പ്രാർത്ഥിച്ചത്, അതൊക്കെ ചിലയിടത്തൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാല് അതൊരു തരം ക്രിസ്തീയ ശരീര നിയമം പോലെ ആയിത്തീരും. കർത്താവിന് പോലും ആ എക്സ്റ്റേണൽസിലല്ല അനുകരിക്കേണ്ടത്. നമുക്ക് അനുകരിക്കേണ്ട ആവശ്യമില്ല, ആ യഹൂദ രീതിയൊക്കെ അനുകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നു. കർത്താവിനെ വള്ളിപ്പുള്ളി തെറ്റാതെ അനുസരിക്കേണ്ടതുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. അവിടെയാണ് അനുകരണം, അവിടെയാണ് അനുസരണം. അപ്പോസ്തലന്മാരെ അങ്ങനെയാണ് നമ്മൾ അനുകരിക്കുന്നത്. ആദിമ സഭയെയും അങ്ങനെയാണ് അനുകരിക്കേണ്ടത്, അതിന്റെ ആത്മാവിനെ, അക്ഷരത്തെ അല്ല. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആദ്യം ചോദിച്ചത്, ദൈവം അനുസരിക്കുന്നത് വഴിയാണ് രക്ഷ ലഭിക്കുന്നത്, ശരിയോ തെറ്റോ? ചില ശരികളൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ ശരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ്, അനുസരിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയുന്നതുകൊണ്ടാണ് പലരും മാന്യന്മാരായിട്ടൊക്കെ ജീവിക്കുന്നത് പലയിടത്തും. അതിൽ ചില ഗുണമുണ്ട്. എന്നാലും യഥാർത്ഥ രക്ഷ കിട്ടാൻ, നിത്യജീവൻ കിട്ടാൻ കൽപ്പന അനുസരിക്കുന്നത് വഴിയല്ല. രണ്ടാമത്തതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, രക്ഷ ലഭിച്ചതുകൊണ്ടാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. അതായത് ദൈവകൽപ്പനകളുടെ അനുസരണം എന്നുള്ള രക്ഷയുടെ ഫലമാണ്. ഒരു നാച്ചുറലായിട്ടും രക്ഷിക്കപ്പെട്ടവര് ദൈവം അനുസരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെയാണ് വരേണ്ടത്. എന്നാൽ അതും ശരിയാണെന്ന് ഒരാൾക്ക് പറയാം. എന്നാൽ ഏറ്റവും ശരിയായ കാര്യം ദൈവ കൽപ്പനകളുടെ അനുസരണമാണ് രക്ഷ. കർത്താവ് അവന്റെ പിതാവിന്റെ കൽപ്പനകളിൽ നടന്നു. അതാണ് രക്ഷയുടെ ജീവിതം. നമ്മളെയും കർത്താവ് നടന്നതുപോലെ സ്വർഗീയ പിതാവിന്റെ സൽഗുണ പൂർണ്ണതയിൽ നടക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കി തീർത്ത് ആ നടക്കലിനാണ്, ആ ജീവിതത്തിനാണ് രക്ഷയെന്ന് നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന നമ്മൾ എന്തിനാ അനുസരിക്കുന്നത്? രക്ഷ പ്രാപിക്കാനല്ല, രക്ഷ പ്രാപിച്ചതുകൊണ്ടും അല്ല. അതാണ് രക്ഷ. അതാണ് 119 സങ്കീർത്തനത്തില് അതിലെ എല്ലാ വാക്യങ്ങളിലും സ്റ്റാറ്റ്യൂട്ട്സ് എന്നോ പ്രീസെപ്റ്റ്സ് എന്നോ പറഞ്ഞിട്ട് കൽപ്പനയുടെ ഒരു പദമുണ്ട് അതിനകത്ത്. ഇതാണ് കൽപ്പന. ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്, അത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതത്തെ നടത്തുന്ന ആ വ്യവസ്ഥയാണ്, അതാണ് എൻ്റെ ജീവൻ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ വായന നമുക്ക് നമ്മുടെ വായനയായി തീരുന്നത്. അല്ലാതെ കുറെ അരുതുകളുടെ ഒരു പട്ടികയായിട്ടല്ല കൽപ്പനയെ നമ്മൾ കാണുന്നത്. രക്ഷ എന്നത് ചെയ്തു പോയ തെറ്റുകളുടെ ക്ഷമ മാത്രമല്ല, തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള അതായത് ദൈവകൽപ്പനയെ പൂർണ്ണമായി അനുസരിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവകൃപ. അതാണ് ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന രക്ഷ. ഈ ചിന്ത മനസ്സിൽ വെച്ച് ഈ കൽപ്പനയെ പറ്റിയുള്ള ഈ കുലീന ഭാവം ധാരണ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമുക്ക് ദൈവകൽപ്പന, പുതിയ നിയമത്തിലെ വേദഭാഗങ്ങൾ, റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും എബ്രായലേഖനത്തിലും ഒക്കെയുള്ള ആ വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. സങ്കീർത്തനങ്ങൾ 119 നമുക്ക് വായിക്കാം. കൽപ്പന ശരിയായി മനസ്സിലാക്കിയത് യേശുക്രിസ്തുവാണ്, ജീവിച്ചത് യേശുക്രിസ്തുവാണ്. ആ മനുഷ്യനാണ് ഇതൊക്കെ മനസ്സിലായിട്ടുള്ളൂ.
പരീശന്മാർ അതിനെ 1000 കൽപ്പനകളാക്കി വിവരിച്ചപ്പോൾ കർത്താവ് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു, അത് സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്, തമ്മിലുള്ള സ്നേഹമാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥമായ നിവൃത്തി ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലാണ് നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. അത് ആ ജീവിതം ജീവിക്കാനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നിവൃത്തിയാകുമ്പോൾ അത് നിവൃത്തിയാകുവാൻ എന്നല്ല, അത് ഗ്രഹിക്കണമെങ്കിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ നമുക്ക് ആർക്കും കഴിയില്ല. സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ, 119 സങ്കീർത്തനം 32 വാക്യം, നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ, വിശാലത എന്ന് പറഞ്ഞ രക്ഷയാണ്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടും. അതേ, കർത്താവിന്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടുന്ന ആ ഹൃദയ വിശാലത ദൈവം നമുക്ക് തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ ഈ ദൈവസ്നേഹത്തിന്റെ 10 ഭാവങ്ങളാണ് 10 കൽപ്പനകളെ പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് വേറെ അരുതുകളുടെ ശിക്ഷാ നിയമങ്ങളല്ല, എന്നാൽ അവയോട് വിവക്ഷിക്കുന്നതായിരിക്കുന്ന ആ പുതിയ നിയമത്തിന്റെ ആ ക്രിയാത്മക വീക്ഷണത്തിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിലൂടെ വരുന്ന 10 ആഴ്ചകളിൽ നമുക്ക് കടന്നു പോകാം. ആരാണ് ദൈവം എന്ന് നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥ ദൈവാരാധന എന്താണെന്ന് ചിന്തിക്കാം. ദൈവനാമത്തിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. വേലയുടെയും വിശ്രമത്തിന്റെയും സ്ഥാനം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. മാതാപിതാക്കളുടെ ആ മാന്യത എന്താണെന്ന് ഓർക്കാം. മനുഷ്യജീവന്റെ വില, ലൈംഗിക വിശുദ്ധിയുടെയും വിവാഹത്തിന്റെയും പ്രാധാന്യം, നീതിപൂർവമായ ജീവിതം, സത്യത്തിനുള്ള സാക്ഷ്യം, അതെ, ഹൃദയത്തിന്റെ നിർമ്മലത, ഇതൊക്കെയാണ് 10 കൽപ്പനകൾ വിവക്ഷിക്കുന്നതായിരിക്കുന്ന നിയമങ്ങളുടെ ആ ക്രിയാത്മക തലം. അപ്പൊ ഈ വിചിന്തനം നമുക്ക് സഹായകരമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലും ഒരു 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 ക്രിയാത്മകമായ ഒരു മോട്ടിവേഷൻ, ഒരു കാഴ്ചപ്പാട് ദൈവത്തിന്റെ കൽപ്പനകളോടും അത് നമുക്ക് അനുസരിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ആ തിരിച്ചറിവും നമുക്ക് ലഭിക്കാനായിട്ട് ഈ വിചിന്തനം സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജോസഫിൻ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. 10 കൽപ്പനകളെ അല്ലെങ്കിൽ ദൈവിക കൽപ്പനകളെ, അതിന്റെ പ്രസക്തിയെ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ മനസ്സിലൂടെയൊക്കെ പോയത് എന്താണെന്ന് അറിയില്ല. എന്നാലും പൊതുവെ 10 കൽപ്പനകളെ കുറിച്ചുള്ള ചില ധാരണകൾ നമ്മുടെ മനസ്സിലും തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ എത്ര കേട്ടതാണ്, ഇതിനു മുമ്പും പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് കൂടുതലായിട്ട് അറിയാനായിട്ടുള്ളത് എന്ന് നമ്മൾ ചിലപ്പോൾ അറിയാതെ മനസ്സിൽ ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് ഇതിന്റെ ഒരു ആമുഖം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു പുനർനിർവചനം എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാനായിട്ട് കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകളും കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും 10 കൽപ്പനകളെ കുറിച്ച് പഴയ നിയമത്തിലുള്ള ചില കൽപ്പനകളുടെ അതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മിക്കവാറും വരുന്ന അരുതുകളാണ് എന്ന് നമുക്കറിയാലോ, അല്ലെ? അരുത് എന്നുള്ള, ഇങ്ങനെ ജീവിക്കരുത് എന്നുള്ള ഒരു ചിത്രമാണ് നമുക്ക് കിട്ടിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചിന്ത, നമ്മളെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിച്ചത് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ച ഈ കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കൽപ്പനകളിലൂടെ, ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ അനുസരണം എന്നുള്ളത് മാറി ക്രിസ്തുവിനെ അനുകരിക്കുന്നത് ആയിട്ട് മാറുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അരുത് എന്നതിനേക്കാൾ, എങ്ങനെ ജീവിക്കരുത് എന്നതിനേക്കാൾ എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വലിയ തലത്തിലേക്ക്, അല്ലെ, നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന്റെ ഫുൾ സ്കോപ്പ് നമുക്ക് മനസ്സിലാവുന്നതിൽ എത്രയോ അപ്പുറമാണ് ആ ഒരു നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചതെന്നൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന വലിയ ചിന്തകളാണ്, ജ്ഞാനാത്മക ചിന്തകളാണ്. നമുക്ക് ഓർക്കാം, ദൈവ കൽപ്പനകൾ എന്താണ് എന്നത് വളരെ വിശദമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നതിനെ കുറിച്ച് 6 കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു.
അത് നമ്മളെ പല രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആ, നമ്മളെ ആക്കിവെച്ച ആ നിലവാരം ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുന്നതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ച ചില കാര്യങ്ങളുണ്ട്. ചട്ടക്കൂടുകൾ നിയമമാക്കുകയും നിയമത്തെ മറന്നു കളയാനായിട്ടുള്ള ഒരു അപകടത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അതുപോലെ കൽപ്പനയുടെ ആത്മാവ് നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് ദൈവിക സ്വഭാവത്തോടുള്ള ഒരു ചേർന്ന് നിൽക്കലാണ് അത് എന്നതിനെ കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ആഴ്ചകളിലും ഇതിന്റെ അവസാനം പറഞ്ഞ പോലെയുള്ള മറ്റ് തലങ്ങൾ, അതിന്റെ പോസിറ്റീവ് തലങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങളെ ഈ ഒരു തലത്തില് നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് ഈ ക്ലാസ് തീർച്ചയായിട്ടും അരുതുകൾ എന്നതിൽ നിന്ന് മാറി എങ്ങനെ ജീവിക്കണം എന്ന ആ ഒരു ചെറിയ ഒരു മാറ്റത്തിന്റെ ചിന്തയിലേക്ക് ഞങ്ങളെ നയിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദൈവ കൽപ്പന എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. 6 പോയിന്റുകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനായിട്ട് ഒന്നുകൂടി വായിക്കാം. എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതല്ല, എന്ത് ചെയ്യണം എന്നതാണ് ദൈവകൽപ്പന. നിഷേധാത്മക അല്ല, ക്രിയാത്മകതയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ സഹോദരങ്ങള് സൂചിപ്പിച്ചു, ചിലപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അതൊരു ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്തത്. അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അരുത് എന്ന് തന്നെയാണ്. അത് പക്ഷേ അത് പഴയ നിയമത്തിൽ അത് ഏത് രീതിയിലാണോ അവര് അനുഷ്ഠിച്ചത് അതുപോലെയല്ല അത് നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ദൈവാത്മാവില് നമ്മൾ പ്രേരിതമായി ഈ കാര്യങ്ങള് ഈ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുന്ന സമയത്ത്, ക്രിസ്തുവിനെ അനുകരിക്കുന്ന സമയത്ത് ഈ അരുതുകളൊക്കെ അപ്രത്യക്ഷമായിട്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ ഇരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ക്രിസ്തു കാണിച്ചു തന്നത് എങ്ങനെ ജീവിക്കരുത് എന്നല്ല, എങ്ങനെ ജീവിക്കണം എന്ന കാഴ്ച. യേശുക്രിസ്തു ആണ് ന്യായപ്രമാണം. യേശുക്രിസ്തു തന്നെ നിയമമായിട്ട് തീരുന്ന ഒരു കാര്യം. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ അനുകരണമായിട്ട് തീരുന്നു എന്നുള്ള കാര്യം. ആ രീതിയിൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാണ് ദൈവാത്മാവിൽ നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ കേട്ടു. ഇത് നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ബോധ്യങ്ങളിലുള്ള വളർച്ചയാണല്ലോ ആ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ അനുസരണം, നമ്മുടെ അനുകരണം. അത് നിലനിൽക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ്. കൽപ്പനകള് പഴയ നിയമത്തില് ഒരു ജനത എന്ന നിലയിൽ അവർക്കത് ഒരു അടിച്ചേൽപ്പിക്കലായിട്ട് തോന്നി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് ദൈവത്തെയും ചിലപ്പോൾ മറന്നുപോയി. മറ്റു മനുഷ്യരുള്ള ബന്ധത്തിൽ അവര് സ്വീകരിക്കേണ്ട കൽപ്പനകളൊക്കെ മറന്നുപോയി. എന്നാൽ നമ്മൾക്കൊരു അടിച്ചേൽപ്പിക്കലായിട്ടല്ലല്ലോ ഇത് തോന്നേണ്ടത്. ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ക്രിസ്തു ജീവിതം ജീവിക്കുന്നതിനെ നമ്മളങ്ങനെ പുഷ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അത് നമുക്കത് അടിച്ചേൽപ്പിക്കലല്ല, നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അങ്ങനെ ആയിത്തീരണമേ എന്നുള്ള പ്രാർത്ഥന. അത് എനിക്കൊന്ന് ആരോ പറഞ്ഞല്ലോ, ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള മാറ്റങ്ങളും ആ ഉന്നത തലത്തിലേക്കുള്ള യാത്രയുമാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം. ഇത് നമ്മളെ സഹായിക്കട്ടെ. ആ രീതിയിൽ ഉള്ളൊരു കാഴ്ച നമുക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ പറഞ്ഞു തരുന്നതിന് ഔസേപ്പൻ ചേട്ടനെയും ദൈവം അനുഗ്രഹിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു.